ഇറാൻ്റെ ആത്മീയ നേതാവായിരുന്ന കൊല്ലപ്പെട്ട ആയത്തുള്ള അലി ഖംനായിയുടെ മയ്യത്ത് അടക്കം ചെയ്യാൻ ഇറാൻ ഭരണകൂടം വിപുലമായിരിക്കുന്ന തയ്യാറെടുപ്പുകൾ നടത്തുകയാണ്. വ്യത്യസ്ത ലോക രാജ്യങ്ങളെ രാഷ്ട്രത്തലവന്മാരെയും വ്യത്യസ്ത രാജ്യങ്ങളിലെ സാമൂഹ്യ മത രാഷ്ട്ര നേതാക്കളെയും ക്ഷണിച്ചുകൊണ്ടുള്ള വിപുലമായിരിക്കുന്ന ഒരു സംവിധാനമാണ് നിലവിൽ ഇറാൻ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന റിപ്പോർട്ട് തെഹ്റാനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇർന അടക്കമുള്ള പത്രങ്ങളും മീഡിയകളും റിപ്പോർട്ട് ചെയ്തു. ഇതുവരെ അടക്കം ചെയ്യാത്തതുമായി ബന്ധപ്പെട്ട ഒരു കുറിപ്പ് അതിൻ്റെ കൂടെ ഉണ്ട്. യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഇടപെടൽ ഇറാൻ്റെ അകത്ത് അമേരിക്ക നടത്തി എന്നുള്ളതും ശക്തമായിരിക്കുന്ന തിരിച്ചടിയിൽ അവർ പതറുകയും ഇറാൻ്റെ അകത്ത് കയറിയിട്ട് ഇനിയൊരു ആക്രമണം നടത്താൻ പറ്റാത്ത വിധം അവരുടെ നാഡി നരമ്പുകൾക്ക് മുറിവേൽക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇറാൻ സ്ഥിരീകരിക്കുന്നത്. അപ്പോൾ ഇറാൻ്റെ അകത്ത് കയറിയിട്ട് ഇനിയിപ്പോൾ ഒരു നേതാവിനെ കൊലപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അത് ഏറെക്കുറെ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും മരണമായിരിക്കും പിന്നീട് കാണാൻ സാധിക്കുക എന്നുള്ളിടത്തേക്ക് ഈ വിഷയത്തെ എത്തിക്കാൻ വേണ്ടിയിട്ട് ഇറാൻ സാധിച്ചു. അതിൽ ഇറാൻ വിജയിക്കുകയും ചെയ്തു. ഖംനായുടെ മരണത്തോടെ ജർമ്മനിയിലെ ചാൻസലർ ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചിരുന്നു. വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു പ്രസ്താവനയായിരുന്നു അത്. ഇറാനെക്കുറിച്ച് കൃത്യമായ രീതിയിൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാതെയാണ് അമേരിക്ക ഈ കയ്യേറ്റം ചെയ്തത്, അല്ലെങ്കിൽ ഈ മണ്ടത്തരം ചെയ്തത്. ജീവനുള്ള ഖംനായിയേക്കാൾ ഭയപ്പെടേണ്ടത് ജീവനില്ലാത്ത ഖംനായിയാണ്. അവിടെ നിന്നാണ് ഉയർത്തെഴുന്നേൽപ്പുണ്ടാവുക. അത് അദ്ദേഹം ജീവിക്കും എന്നുള്ളതല്ല, അവിടുത്തെ ഈ സർക്കാർ തലത്തിലും സൈനിക തലത്തിലും യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിന് ആത്മധൈര്യം കിട്ടാൻ മരണപ്പെട്ട് കിടക്കുന്ന ആയത്തുള്ള അലി ഖംനായിയാണ് ജീവിച്ചിരിക്കുന്നതിനേക്കാൾ ഉത്തമമായത് എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. നിങ്ങൾ ആ ചരിത്രം കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാത്തതാണ് ഇത്രയും വലിയ ദുരന്തത്തിന് കാരണം എന്നുകൂടി കൂട്ടിച്ചേർക്കപ്പെടുകയുണ്ടായി. അപ്പോൾ ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടത് ഇങ്ങനെയാണ്. സത്യത്തിൽ സിംഹക്കൂട്ടിലേക്കാണ് അമേരിക്കയും ഇസ്രായേലും പടക്കമെറിഞ്ഞത്. പിടിച്ചെടുത്ത് തിരിച്ചെറിയുകയാണ് യഥാർത്ഥത്തിൽ ഇറാൻ ചെയ്തത്. അവരെറിയപ്പെട്ട ഒന്നുപോലും കൃത്യമായ രീതിയിൽ ലക്ഷ്യം കണ്ട് തകർക്കാൻ സാധിച്ചിട്ടില്ല, പൊട്ടിയിട്ടില്ല. ഒന്നാണ് അവരുദ്ദേശിക്കുന്ന ലക്ഷ്യം കണ്ടത്, അത് മാരകമായിരിക്കുന്ന മുറിപ്പാടായിട്ട് പിന്നീട് അവസാനിക്കുകയും ചെയ്തു. അത് ആയത്തുള്ള അലി ഖംനായിയുടെ മരണമാണ് ഉദ്ദേശിച്ചത്. ഇന്ന് വരെ ചരിത്രം കാണാത്ത ഭയാനകരമായിരിക്കുന്ന തിരിച്ചടികൾ ഇറാനിൽ നിന്ന് തലങ്ങും വിലങ്ങും അമേരിക്കക്കും ഇസ്രായേലിനും അവരെ പിന്തുണക്കുന്ന മിഡിൽ ഈസ്റ്റിലെ അമേരിക്കയുടെ സൈനിക ബേസിനും നേരെ നടന്നപ്പോൾ തിരിച്ചടിക്കാതെ അല്ലെങ്കിൽ പ്രതിരോധിക്കാൻ സാധിക്കാത്ത വിധം തകർന്ന് വീണ് ചുരുണ്ട് കിടക്കുന്ന ഒരു അമേരിക്കയെ ലോകം കാണുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. സൂപ്പർ പവറുള്ള അമേരിക്കയും സമാനമായ നിഴൽ പറ്റുന്ന ഇസ്രായേലും തളർന്നു പോയ ഒരു യുദ്ധത്തിൻ്റെ പേരാണ് ഇറാൻ അമേരിക്കൻ യുദ്ധം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്. ഇറാൻ്റെ ജീവനാഡിയാണ് ആത്മീയ നേതാക്കൾ. അവരെ തൊടുന്ന സമയത്താണ് സാധാരണഗതിയിൽ ഇറാൻ പൊള്ളാറുള്ളത്, ഇറാൻ തിരിച്ചടിക്കാറുള്ളത്. ബാക്കിയെല്ലാം ഒരു സമാധാന രീതിയിലോ രാഷ്ട്രവും തമ്മിലുള്ള നയതന്ത്രവുമായിട്ട് ബന്ധപ്പെട്ട രീതിയിലൊക്കെ അവസാനിക്കാറുണ്ട്. പക്ഷേ ആത്മീയ നേതാക്കന്മാരെ തൊട്ടടുത്തോളം കാലം അത് വലിയ രീതിയിലുള്ള പൊള്ളലേറ്റിട്ടുണ്ട്, വലിയ രീതിയിൽ മുറിപ്പാടേറ്റിട്ടുണ്ട്. അതിനു മുൻപിൽ അമേരിക്ക ഇസ്രായേലൊന്നും ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒന്നുമല്ല എന്ന് ചുരുക്കം. ആയത്തുള്ള അലി ഖുമേനി, അദ്ദേഹമാണ് യഥാർത്ഥത്തിൽ ഇറാൻ്റെ രാഷ്ട്രപിതാവ്. രാജ്യത്തെ രാജ്യമാക്കി മാറ്റിയതിൽ പ്രധാന പങ്കാളിത്തം വഹിച്ചത് അദ്ദേഹമാണ്. 2 ആത്മീയ നേതാക്കന്മാരാണ് ഇറാനിൽ ഉണ്ടായിരുന്നത്. ഒന്ന് ഇപ്പോൾ മൂന്നാമത്തത് വന്നിട്ടുണ്ട്, ഇതുവരെ ഉള്ളതാണ് പറഞ്ഞത്. ഒന്ന് ഖുമേനിയാണ്, ആയത്തുള്ള അലി ഖുമേനി. രണ്ടാമത്തെ ആയത്തുള്ള അലി ഖംനായി, മരണപ്പെട്ട കൊല്ലപ്പെട്ട വ്യക്തി. ഖുമേനി 1902 സെപ്റ്റംബർ മാസം 24-ാം തീയതിയാണ് ജനിച്ചത്. 989 ജൂൺ മാസം 3-ാം തീയതി മരണപ്പെട്ടു. 979 ഇറാനിയൻ റെവല്യൂഷണറി നേതൃത്വം നൽകിക്കൊണ്ട് ഷാ ഭരണകൂടത്തെ കുഴിച്ചു മൂടപ്പെട്ടു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ചരിത്ര സംഭവമായിട്ട് രേഖപ്പെടുത്തിയത്. അത് ഇറാൻ്റെ ചരിത്രത്തിലും ആ സംഭവം തന്നെയാണ് രേഖപ്പെട്ടത്. ഭരണഘടനയിൽ
അദ്ദേഹം ഭരണത്തിൽ 1979 ഇസ്ലാമിക വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പിന്നീട് ഷാ ഭരണം ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത് ബ്രിട്ടനിലേക്ക്. ബ്രിട്ടൻ അഭയം കൊടുക്കുക. അത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്ന സമയത്തൊക്കെ അഭയം നൽകുന്ന രാജ്യത്തിൻ്റെ പേരാണ് ബ്രിട്ടൻ. അവിടെ അഭയം നൽകി. അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടി എങ്ങാനാണ് ഇപ്പോൾ ഇറാനിലെ ഭരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം സംസാരിക്കുന്ന കാര്യം നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഭരണഘടനയിൽ പുതിയൊരു നിയമം അദ്ദേഹം എഴുതി ചേർത്തു. ഖുമൈനിയാണ് എഴുതി ചേർത്തുന്നത്. വിലായത്ത് എ ഹഫീഖ് എന്നാണ് അതിൻ്റെ പേര്. ഹക്കീഹ്, വിലായത്ത് എ ഹക്കീഹ്. അഥവാ അതിൻ്റെ ആശയം ഇങ്ങനെയാണ്: സമ്പൂർണമായ അവസാനത്തെ അധികാര പിതാവ് എന്നതാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. ആ രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും അവസാനത്തെ തീരുമാനമെടുക്കാനുള്ള അധികാരം ഈ വിലായത്ത് എ ഹക്കീഹ് പ്രകാരം അവിടുത്തെ പരമോന്നത നേതാവിനായിരിക്കും, ആത്മീയ നേതാവിനായിരിക്കും എന്ന് ചുരുക്കം. അഥവാ ഗവൺമെൻറ്റിൻ്റെ മേലെയാണ് ആത്മീയ നേതാവിൻ്റെ സ്ഥാനം. സൈനിക നേതൃത്വത്തിൻ്റെ മേലെയാണ് ആത്മീയ നേതാവിൻ്റെ സ്ഥാനം. ടോപ്പ് പവർ എന്ന് വെച്ചാൽ അവിടുത്തെ സുപ്രീം കോടതിയുടെ മേലെ, അതായത് രാജ്യത്തെ ഏറ്റവും വലിയ ജുഡീഷ്യൽ സംവിധാനത്തിൻ്റെ മേലെ യഥാർത്ഥത്തിൽ ഈ ആത്മീയ നേതാവ് വന്നു നിൽക്കും എന്നുള്ളതാണ് ഈ ഭരണഘടനയിൽ പറയുന്നത്. ആയത്തുള്ള അലി ഖംനായി, ഇപ്പോൾ കൊല്ലപ്പെട്ട ഖംനായി എന്ന് പറയുന്ന ആള് 939 ഏപ്രിൽ മാസം 19-ാം തീയതിയാണ് ജനിക്കുന്നത്. ഈ ഖുമൈനിയുടെ കാലശേഷം പിന്നീട് ആത്മീയ നേതാവായി അധികാരത്തിൽ വരുന്നത് ഖംനായി എന്ന് പറയുന്ന കൊല്ലപ്പെട്ട ആളാണ്. അദ്ദേഹം വെറുതെ അടങ്ങി നിന്നിട്ടില്ല. കൃത്യവും വ്യക്തവുമായ രീതിയിൽ ശത്രുവിനെ രാജ്യത്തിന് പരിചയപ്പെടുത്തി കൊടുത്തു. നമ്മുടെ ശത്രു രണ്ടെണ്ണേ ഉള്ളൂ. ഒന്ന് ഇസ്രായേലാണ്, രണ്ടാമത്തെ അമേരിക്കയാണ്. അമേരിക്കയ്ക്ക് പിന്തുണ നൽകുന്ന മറ്റു വിഭാഗവുമാണ്. അത് യൂറോപ്യൻ രാജ്യങ്ങളിലെ ചില രാജ്യങ്ങൾ, രാജ്യത്തിൻ്റെ പേരൊക്കെ പറഞ്ഞിട്ടാണ് പറഞ്ഞത്. അവരെ നമ്മൾ ശത്രുക്കളാണ് എന്നതിനാൽ നമ്മുടെ തലമുറ ഈ മേഖലയിൽ നിലനിൽക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവരെ ശത്രുവായിട്ട് കണ്ട് അവരെ പ്രതിരോധിക്കാനുള്ള ആയുധ സംവിധാനങ്ങളും സാമ്പത്തിക അഭിവൃദ്ധിയും തൊഴിൽ നൈപുണ്യവും നമ്മൾ നേടിയേ പറ്റൂ. രണ്ടാമതൊന്ന്, ലോക മുസ്ലിങ്ങളുടെ അഭിമാനമായിട്ട് നിലനിൽക്കാൻ ഇറാൻ അല്ലാതെ മറ്റൊരു ലോകത്തിനും മറ്റൊരു രാജ്യത്തിനും സാധിക്കില്ല. കാര്യം യുദ്ധത്തെ ഭയമാണ്, മരണത്തെ ഭയമാണ്, അമേരിക്കയെ ഭയമാണ്. ആ രാജ്യങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങളുടെ ആശയങ്ങളോ നിലപാടുകളോ സമീപനങ്ങളോ രീതികളോ വിശ്വാസമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോ ഒരു തരത്തിലും നിലനിർത്തുകയില്ല അമേരിക്ക. പോരാടി നിലനിർത്തേണ്ടതാണ് നമ്മൾ മാത്രമേ ഉണ്ടാകൂ എന്നൊരു മുന്നറിയിപ്പ് കൂടി ഷിയ മുസ്ലിങ്ങൾക്ക് അന്നത്തെ ഇറാൻ്റെ നേതാവ്, ആത്മീയ നേതാവ് നൽകിയിട്ടുണ്ട്. പ്രതിരോധ ആണവ മിസൈൽ പദ്ധതിയുടെ ഉപജ്ഞാതാവായിട്ട് ആയത്തുള്ള അലി ഖംനായി അറിയപ്പെടുന്നു. മിഡിൽ ഈസ്റ്റിലെ സ്വാധീനത്തിൽ വലിയ രീതിയിൽ ഇടപെടൽ പല ഘട്ടങ്ങളിലും അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ചൈനയും റഷ്യയുമായിട്ട് അപൂർവമായ കൂട്ടുകെട്ട് സ്ഥാപിച്ച ഇറാൻ്റെ ഏറ്റവും വലിയ നേതാവായിട്ട് ആയത്തുള്ള അലി ഖംനായി അറിയപ്പെടുന്നു. അതുകൊണ്ട് ഈ ഖംനായി മരണപ്പെട്ട സമയത്ത് ഒരു ദിവസം മുതൽ 3 ദിവസം വരെയാണ് ദുഃഖാചരണം റഷ്യയിലും ചൈനയിലും നടത്തിയത്. സർക്കാരിന് പ്രത്യേക നിർദ്ദേശ കാര്യങ്ങൾ നൽകിയിട്ടുണ്ട് എന്നാണ്. 2026 ഫെബ്രുവരി 28 ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും വിപുലമായിരിക്കുന്ന ആക്രമണത്തിൽ ഖംനായി കൊല്ലപ്പെടുന്നത്. 989 മുതൽ 2026 വരെ സജീവമായ രീതിയിൽ ഈ ഇറാൻ്റെ രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന ആത്മീയ നേതാവാണ്. ഇറാൻ്റെ രാഷ്ട്രീയത്തിൽ മാത്രമല്ല, ലോകത്താകമാനമുള്ള ഷിയ വിഭാഗത്തിൻ്റെ ആത്മീയ നേതാവായിട്ടാണ് ഇറാൻ്റെ പരമോന്നത നേതാക്കന്മാരെ അവർ കാണുന്നത്. ആയതിനാൽ തന്നെ അദ്ദേഹത്തിന് അതിൻ്റേതായിരിക്കുന്ന ഒരു അംഗീകാരമുണ്ടായിരുന്നു എന്ന് ചുരുക്കം. നിലവിൽ ഈ എവിടെയാണ് മൃതദേഹം എന്നതിനെക്കുറിച്ച്, മയ്യത്ത് എവിടെയാണ് ഇപ്പം നിലവിലുള്ളത് എന്നതിനെക്കുറിച്ച് കൃത്യമായിരിക്കുന്ന വിവരങ്ങളൊന്നും ഇറാൻ്റെ ഗവൺമെൻറ് ഔദ്യോഗികമായിട്ട് പുറത്തിറക്കിയിട്ടില്ല. പറയുന്ന കാര്യം ഇങ്ങനെയാണ്: തെഹ്റാനിലെ ഗ്രാൻഡ് മൊസല്ലയിൽ പൊതുദർശനത്തിന് വെക്കാനായിരുന്നു തീരുമാനിച്ചത്. അദ്ദേഹം മരണപ്പെട്ടവരോടനുബന്ധിച്ചുള്ള റിപ്പോർട്ടാണ് പറഞ്ഞത്. പിന്നീട് ജന്മനാടായ മഷാദിലെ ഇമാം റസ മേഖലയിൽ അടക്കം ചെയ്യുക എന്നതും അവർ തീരുമാനിച്ചതായിരുന്നു. എന്നാൽ പിന്നീട് ആ നിലപാടിൽ നിന്ന് മാറ്റം വരുത്തി. കാര്യം പിന്നീട് യുദ്ധം രൂക്ഷമാവുകയും ഇറാൻ്റെ ഭാഗത്ത് തിരിച്ചടികൾ ഭയാനകരമാവുകയും ചെയ്തു. അതോടുകൂടി ഹോർമുസ് കടലുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ പിന്നീട് വലിയ രീതിയിലുള്ള യുദ്ധ മേഖലയായിട്ട് തീരുകയും ചെയ്തു. അപ്പോൾ ഇറാൻ മൊത്തത്തിൽ ഒരു യുദ്ധത്തിലേക്ക് വന്നിട്ടുണ്ട് എന്നതിനാൽ ആ ഒരു സമയത്ത് ആയത്തുള്ള അലി ഖംനായിയുടെ മയ്യത്ത് അടക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് നീങ്ങാൻ സർക്കാരിന് പരിമിതികളുണ്ടായിരുന്നു. ഇന്ന് യുദ്ധത്തെ അടിച്ചു ഒതുക്കി ഇറാൻ.
ഇറാന് നേരെ ഒരു ആക്രമണം നടത്താൻ ഞങ്ങൾക്ക് ധൈര്യമുണ്ട് എന്ന് അമേരിക്കക്ക് പറയാൻ പറ്റാത്ത വിധം അവരുടെ നാടി നരമ്പുകൾക്ക് മുറിവേൽപ്പിച്ചിരിക്കുന്നു ഇറാൻ എന്നതാണ് സത്യം. അതുകൊണ്ട് ഇനി മയ്യത്ത് അടക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചുള്ള ആലോചനയിലാണ് നിലവിൽ ഇസ്രായേൽ ഗവൺമെൻറ് എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.